ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് പുട്ടിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ പുട്ടിനൊപ്പം മാത്രമല്ല കേട്ടോ, ദോശയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്, അധിക സമയമൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ അതിനായിട്ട് തലേദിവസമേ കുതിർത്തി വെച്ചിരുന്ന ഗ്രീൻ പീസ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടി വരണ്ടേ? കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ഒന്ന് കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള എല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. സവാളയെല്ലാം ഒരുവിധം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അധികമൊന്നും ചേർക്കണ്ട കേട്ടോ. ഒരു 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചതാണേ. പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം ചേർക്കുന്നില്ല, കാരണം ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവാള വഴന്ന് വരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണവും കൂടെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടിയാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അത് ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും, അടിയിൽ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതുപോലെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണേ. ഇനി നമുക്ക് ഈ തക്കാളി കൂടി ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് ഒരു 2 ടീസ്പൂണോളം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു 2 ടീസ്പൂൺ. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും കേട്ടോ. തക്കാളി എല്ലാം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് കാണുമല്ലോ. അപ്പോൾ ആ ഗ്രീൻ പീസിൽ നിന്ന് ഒരു തവി ഗ്രീൻ പീസ് ഞാൻ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു തവി ഗ്രീൻ പീസ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നില്ല, തേങ്ങ അരച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ പീസ് ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കും. അതായത് നമ്മൾ ഗ്രീൻ പീസ് അരച്ചത് അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇനി നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പിനായിട്ട് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സംഭവം മാത്രം മതി. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയ കൊഴുപ്പ് വരും. ഈ കറി ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരും കേട്ടോ.
അപ്പോൾ ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കോമ്പിനേഷനായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ ഓക്കേ.